എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളി മുതൽ കോരാണി വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റുകളാണ്. മഴ മാറിയതിന് ശേഷം വർക്കുകൾ വീണ്ടും പഴയ രീതിയിലേക്ക് ആയിട്ടില്ല. ഇപ്പോഴും മന്ദഗതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ പാരിപ്പള്ളി ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് പുരോഗമിക്കുന്നത്. പരവൂർ കായലിൽ നിന്നും ഡ്രെഡ്ജ് ചെയ്തെടുക്കുന്ന മണ്ണാണ് ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വർക്കിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പാരിപ്പള്ളിയിൽ നിന്ന് കടമ്പാട്ടുകോണം വരെ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. ഇത് കടമ്പാട്ടുകോണം ഭാഗമാണ്. ഇവിടെ RKC എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. ഇവിടെ വലത് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് വാഹനങ്ങൾ അതുവഴി കടത്തിവിടുന്നുണ്ട്. കൂടാതെ വലത് സൈഡിലുള്ള മെയിൻ റോഡിൻ്റെ വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. ഫാർമസി ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ റീറ്റൈനിങ് വാളുകൾ നിർമ്മിക്കുന്നതിനായി ഇവിടെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തെ വർക്കുകളൊക്കെ ഏറെക്കുറെ പുരോഗമിച്ചിട്ടുണ്ട്. ഫാർമസി ജംഗ്ഷനും 28-ാം മൈലിനും ഇടയ്ക്ക് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ഭാഗമാണിപ്പോൾ കാണുന്നത്. ഇവിടെയും വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇത് 28-ാം മൈൽ ജംഗ്ഷനാണ്. ഇവിടെയും പഴയ പോലെ തന്നെയാണ്, വർക്കുകളൊന്നും ആരംഭിച്ചതായി കാണുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 28-ാം മൈലിനും നാവായിക്കുളത്തിനും ഇടയ്ക്ക് വരുന്ന അണ്ടർപാസിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇടത് സൈഡിൽ അറിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നതായി കാണാം. അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിൽ നിന്നും ഇപ്പോൾ ഡൈവേർഷൻ റോഡിനായിട്ടുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡ് വഴി ഇനി വാഹനങ്ങൾ കടത്തിവിടുന്നതായിരിക്കും. ഇപ്പോൾ നാവായിക്കുളം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും തിരിഞ്ഞ് സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്.
ഇപ്പോൾ തട്ടുപാലം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. തട്ടുപാലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തട്ടുപാലം അണ്ടർപാസ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അകത്ത് ടാറിംഗ് വർക്കുകളൊന്നും നടന്നിട്ടില്ല. വലിയ വാഹനങ്ങളൊന്നും കടന്നു പോകുന്ന രീതിയിലല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സർവീസ് റോഡുകൾ വരുന്ന ഭാഗത്ത് വീണ്ടും മണ്ണും നീക്കം ചെയ്ത് താഴ്ത്തി നിർമ്മിക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ നിന്നും നേരെ സർവീസ് റോഡ് വഴി കല്ലമ്പലം ഭാഗത്തേക്ക് പോകാം. കല്ലമ്പലം ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇടത് സൈഡിലായി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട്. കല്ലമ്പലം ജംഗ്ഷനിൽ ഇപ്പോൾ വർക്കുകളൊന്നും നടക്കുന്നില്ല. ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ റോഡ് ഡീവിയേറ്റ് ചെയ്ത് സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ ആയങ്കോണം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും വർക്കുകളൊന്നും ആരംഭിച്ചതായി കാണുന്നില്ല. ഇവിടെ ഒരു ഓവർപാസ് നിർമ്മിക്കണം. അതിനുവേണ്ടിയുള്ള കുറച്ച് ഗർഡറുകൾ മാത്രമാണ് കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാവുന്നത്. ഇപ്പോൾ മാമം ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ആയങ്കോണത്ത് നിന്നും ആറ്റിങ്ങൽ ബൈപ്പാസ് വഴി ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെ വലത് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെയും പകുതി ഭാഗത്തെ മെയിൻ റോഡിൻ്റെയും വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇടത് സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെയും സർവീസ് റോഡിൻ്റെയും ഒക്കെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പാലമൂട് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെയും ഒരു സൈഡിലെ മെയിൻ റോഡിൻ്റെയും ഒക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട്. നേരെ പോകുന്നത് കോരാണി ജംഗ്ഷനിലേക്കാണ്. ഇതിൻ്റെ ഇടയ്ക്കായുള്ള ഭാഗത്ത് വർക്ക് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ വർക്കൊന്നും നടക്കുന്നില്ല. ഇത് കോരാണി ജംഗ്ഷനിൽ സ്ഥാപിക്കുന്ന അണ്ടർപാസ് ആണ്. വർക്കുകളൊന്നും കൂടുതലായി പുരോഗമിക്കാത്തത് കൊണ്ടാണ് ഫാസ്റ്റ് ഫോർവേഡായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. വർക്കുകൾ പുരോഗമിക്കുന്നതനുസരിച്ച് പുതിയ വീഡിയോയുമായി വരാം.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.